നമ്മുടെ സ്കൂൾ ജീവിതം അവസാനിക്കുന്ന ആ ഒരു ടൈമാണ് നമ്മുടെ ഈ ഒരു +1 +2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ +2 കൂടിയിട്ട് നമുക്കറിയാം +2ന്റെ സർട്ടിഫിക്കറ്റിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളത്. നമ്മളിനിപ്പോൾ ഏത് കോളേജിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിചാരിച്ചു കഴിഞ്ഞാലും അവിടെയൊക്കെ വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ നോക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ +1 +2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു +2ൽ നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് വളരെയധികം വാല്യുബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇനി അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ നമുക്ക് അവസാനത്തെ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഇനി ഫൈനൽ എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് വളരെ കുറച്ച് ദിവസമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയിട്ടുണ്ടോ ഇനി എത്ര ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്? നമുക്കറിയാം മോഡൽ എക്സാം ഡേ നമുക്ക് 15th സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വെറും 40 days മാത്രമേ നമ്മുടെ കയ്യിൽ സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പറയും അതിൽ നിന്ന് 2-3 ദിവസമൊക്കെ കുറച്ച് കൂടുതലില്ലേ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് അത്രയും കംപ്ലീറ്റ് ആയിട്ട് അത്രയും ദിവസങ്ങൾ നമുക്ക് കിട്ടില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില ദിവസങ്ങൾ പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വയ്യാതെ ആയി പോകുന്ന ദിവസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ടെന്ന് അറിയാം മക്കളെ. എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 50 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്കുള്ള ദിവസത്തിനേക്കാളും കൂടുതലാണ് അല്ലേ. അത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മിസ് ആക്ച്വലി ലാംഗ്വേജ് സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ലാംഗ്വേജ് സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതെയാണ് നമുക്ക് 50 ചാപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 50 ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ പഠിച്ചു തീർക്കും? അധികം സമയമില്ല. ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ ഒന്നും തീരാനായിട്ട് പോകുന്നില്ല അല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിനി ഇതുവരെ നമ്മൾ കുറച്ചൊക്കെ ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 50 ചാപ്റ്റേഴ്സിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അതെന്ത് ചെയ്യുക? നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പോയിട്ട് പറയുക. അതൊന്നിനുമല്ല, ജസ്റ്റ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് അറിയാനായിട്ട് നമുക്ക് അവരൊക്കെ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാം. ഇനിയിപ്പോൾ അവരെല്ലാവരും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊത്തിരി ഒരു ടെൻഷനും ആവാം അല്ലേ. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ ടെൻഷനോ കുറച്ച് ആശ്വസിപ്പിച്ചിരിക്കാനോ അതിന് വേണ്ടിയിട്ടല്ല, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം റിയാലിറ്റി എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ആരൊന്നും പഠിക്കാതെ അല്ലെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുക. ഏത് ലെവലിലാണ്, ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ദിവസം കൂടുതൽ ചാപ്റ്റേഴ്സാണ് പഠിച്ചെടുക്കാനുള്ളത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി കഴിഞ്ഞ കാര്യം ആലോചിച്ച് നമ്മൾ അന്നേരം മുതൽ എനിക്ക് പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത് ആലോചിക്കാനുള്ള സമയം നമുക്കില്ല. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും നമ്മൾ ഇനി ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ദിവസങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്. ഓക്കെ, അപ്പോൾ മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞത് ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല അല്ലേ. ഇനിയുള്ള ദിവസം എൻ്റെ കുട്ടികൾ മാക്സിമം ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കും, നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള 2 വഴികൾ മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴി വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ റിവിഷൻ ബാച്ച്. റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ സെക്കൻഡ് ബാച്ചും ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ബാച്ചും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അധികം സമയമില്ല. ക്ലാസ്സസ് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ നമുക്ക് ആ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് +1 UYARE ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ +2ന്റെ ബാച്ചാണ്. റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. അതുകൂടാതെ തന്നെ അതിന് PYQs ക്ലാസ്സസും കിട്ടും. ആ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞുതരും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഓരോന്നിനും വെയിറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ എല്ലാത്തിൻ്റെയും PDF ആയിട്ടുള്ള ക്ലാസ്സസ് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 360 രൂപ വരുന്ന നമ്മുടെ +2 ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഒരു സമ്മാനമായിട്ട് നമ്മൾ തരുന്നതാണ്. അത് ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഓക്കെ, റെഡിയാണോ മക്കളെ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആക്ച്വൽ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ലൈവിനേക്കാളും ഈ ഒരു എക്സാം ടൈമിൽ ആ റിവിഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അവർക്ക് വളരെയധികം മിസ് ഉറപ്പ് തരാണ് ഈ ഒരു +2 റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എക്സാം എഴുതാൻ പോകുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. കാരണം അവരുടെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ ടോപ്പേഴ്സിനൊക്കെ ഇൻ്റർവ്യൂസ് നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവരൊക്കെ ആദ്യം മുതൽ ഭയങ്കരമായിട്ട് പഠിച്ചിരുന്ന കുട്ടികളല്ല. ഈ അവസാന നിമിഷം ഈ റിവിഷൻ ബാച്ചും ഒക്കെ കണ്ട് അവസാന നിമിഷം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് അത്രയും നല്ല മാർക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ പറയുകയാണ് മിസ് എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പല കാരണങ്ങളും ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ പഠിക്കും അല്ലേ? എങ്ങനെ പഠിക്കും മിസ്? ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ചിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ട്രാറ്റജി പഠിക്കേണ്ട, സ്ട്രാറ്റജി എങ്ങനെയാണ്, അതേപോലെ തന്നെ ഏത് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം എല്ലാം നമ്മൾ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നു മാത്രം. അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിക്കുക, അനലൈസ് ചെയ്യുക. ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓരോ ദിവസം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ആകും എന്നുള്ളത് ആലോചിക്കുക. അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ? അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, പാർട്ടായിട്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെ വൺ ഷോട്ട് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തവണ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. നന്നായിട്ട് നമുക്ക് പഠിക്കാം. അടിപൊളിയായിട്ട് തന്നെ ഇത്തവണ നമുക്ക് ഫുള്ള് സെറ്റ് ആക്കേണ്ടതാണ്. അപ്പോൾ ഈ മെയിൻ ആയിട്ടുള്ള കാര്യം റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്. അവസാന നിമിഷം നമുക്ക് അത് എളുപ്പമായിരിക്കില്ല, കുറച്ച് അത്യാവശ്യം കഷ്ടപ്പാടുണ്ടായിരിക്കും. കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല നമ്മൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓൾവേസ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് നമ്മൾ എപ്പോഴും എക്സാമിൻ്റെ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. കൂളായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു ഫൈനൽ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കും.